ഹായ് ഗായ്സ്, കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിധി തിരിച്ചറിയാൻ കേട്ടോ. നിധിയുടെ അപ്പച്ചി തന്നെയാണ് സുധീഷിൻ്റെയും സുഭാഷിൻ്റെയൊക്കെ അമ്മ എന്നുള്ള വിവരം. അത് നിധി തിരിച്ചറിഞ്ഞതിന് ശേഷം അത് നമ്മുടെ സുധീഷിനോടും സുഭാഷിനോടും എല്ലാവരോടുമായിട്ട് ഇത് പറയാണ്. സുഭാഷിനോട് പറയുന്നുണ്ട് നിധി, സുഭാഷ് ഇത് കണ്ടോ, എന്ത് അത്ഭുതമാണെന്ന് നോക്കിക്കേ, എൻ്റെ അപ്പച്ചിയാണ് നിങ്ങളുടെ അമ്മ എന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹരീഷും അതുപോലെ നികേഷും എല്ലാവരും ഞെട്ടിപ്പോവാ. നികേഷൊക്കെയാണ് പൊട്ടിക്കറിയാണ്, ചേച്ചി ഇതെന്തൊരു അത്ഭുതമാണെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഒരു വികാരഭരിതമായ ഒരു എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സുധീഷ് സുനന്ദയായിട്ടുള്ള വിവാഹം മുടങ്ങിക്കഴിയുമ്പോൾ ആകെ മൊത്തം വിഷമത്തിലാട്ടോ. ഉള്ളിൽ നല്ല വിഷമമുണ്ട് സുഭാഷിന്, പക്ഷേ അത് പുറത്തൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പം സുനന്ദയുടെ വിവാഹ നിശ്ചയം കൂടി ആയി കഴിയുമ്പോഴേക്കും സുഭാഷ് ആകെപ്പാടെ മനസ്സ് തകർന്നു പോവാണ്. എന്നാൽ പച്ചവെള്ളം എടുത്തിട്ട് മദ്യമാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് നമ്മുടെ സുധീഷ്. അത് കുടിച്ചു കഴിയുമ്പോഴേക്കും സുഭാഷ് തൻ്റെ മനസ്സിലുള്ള എല്ലാം തുറന്ന് പറയാണ്. സുധീഷ് ആലോചിക്കുകയാണേ, ഇത്രയും പച്ചവെള്ളം കുടിച്ചിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിൽ നിങ്ങൾ പുറത്ത് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ ശരിക്കും മദ്യപിച്ചിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ, പോരട്ടെ പോരട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ സുഭാഷ് പറയുന്നുണ്ട് സുഭാഷിൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങളും അത് കഴിഞ്ഞ് സുനന്ദയെ ഇഷ്ടമായിരുന്ന കാര്യങ്ങളും സുനന്ദയുടെ വീട്ടുകാരുടെ ഈഗോ കാരണം സുനന്ദ ഇപ്പം മറ്റൊരാൾക്ക് വിവാഹം കഴിക്കാൻ പോകുന്നതും സുനന്ദയ്ക്ക് അയാളെ ഇഷ്ടമില്ല, അങ്ങനെ സുനന്ദയുടെ ജീവിതം നശിച്ചു പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് പൊട്ടിക്കരയുക. അപ്പോൾ അങ്ങോട്ട് നിധിയും എല്ലാവരും വരും. അപ്പം നിധി ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ, എന്തിനാ ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യം, സുനന്ദയുടെ വിവാഹ നിശ്ചയമൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഇതൊന്നും പറയണ്ട. സുഭാഷ് ഏട്ടൻ ഇത്രയും നാളും ഇത്രയും പരുക്കനായിട്ട് ഇരുന്നിട്ട് ഇപ്പം ഇതൊക്കെ വിളിച്ച് പറയുന്നുണ്ടല്ലോ, നേരത്തെ തന്നെ സുഭാഷ് ഏട്ടന് വേണമെങ്കിൽ സുനന്ദയെ വിളിച്ചിട്ട് പോരായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് സുഭാഷ്, അതിനെനിക്ക് പറ്റില്ല, കാരണം അവൾ അങ്ങനെ വരികയല്ല. അത് തന്നെയല്ല, അത് തുറന്നു പറയാനുള്ളൊരു മനസ്സ് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു എന്താ വേണ്ടതെന്ന്, അതുകൊണ്ടാണ് ഞാനന്ന് അതൊന്നും പറയാതിരുന്നതെന്ന് പറയാം. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, ഇനിയിപ്പോൾ സുഭാഷ് ഏട്ടൻ ഇതൊന്നും പറയണ്ട, ഇങ്ങനെ മനസ്സിൽ വെച്ച് ഇതെല്ലാം കൊണ്ട് നടക്കുകയും വേണ്ട, സുനന്ദയുടെ കാര്യം സുഭാഷ് ഏട്ടൻ വിടണം എന്ന് പറയാം. അപ്പോൾ സുധീഷും പറയുന്നുണ്ടേ, ശരിയാ, ഇപ്പോഴത്തെ ഉള്ളിലുള്ള ആ വിഷമമൊക്കെ അങ്ങും പോകുന്നില്ലേ, മനസ്സൊക്കെ ഒന്ന് തുറന്ന് സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും നമ്മുടെ നിധി സുധീഷിനോട് പറയാം, എന്നിട്ട് ഈ സുഭാഷ് ഏട്ടനെ, പാവം ഇതുവരെ മദ്യപിക്കുക പോലും ഇല്ലാത്ത സുഭാഷ് ഏട്ടനെ കുടിപ്പിച്ച് ബോധം കെടുത്താനായിട്ട് നിങ്ങൾക്ക് പറ്റിയല്ലോ എന്ന് ചോദിക്കുക. അപ്പോൾ സുധീഷ് പറയാം, അതിന് ആര് കുടിപ്പിച്ചു, ഞാൻ കുടിപ്പിച്ചിട്ടൊന്നുമില്ല, ഇത് അച്ഛൻ്റെ കുപ്പിയാണ്, ഇതിൻ്റെ അകത്തെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു വെച്ചതാണ് ഞാൻ, അതാതെ ഇങ്ങേർക്ക് ഊറ്റി കൊടുത്തത്, അതങ്ങ് കുടിച്ചു കഴിഞ്ഞപ്പം മനസ്സിലുള്ളതല്ലേ ഇങ്ങനെ പുറത്ത് പോകുന്നില്ലേ, പച്ചവെള്ളം കുടിച്ചപ്പോൾ ഇത്രയും കിക്കാണെങ്കിൽ ശരിക്കും മദ്യപിച്ചാൽ എന്തെല്ലാം ഇനി മനസ്സിൽ നിന്ന് വരാനുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മുടെ സുഭാഷും അന്തിച്ചു പോവാണ്, എന്താടാ പച്ചവെള്ളമോ, ആ പച്ചവെള്ളം ഞാൻ ഊറ്റി തന്നത്, സുഭാഷ് എണ്ണ അങ്ങനെയെങ്കിലും ഒന്ന് റിലാക്സ് ആവുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു എന്ന് പറയാം. അപ്പോൾ ഹരീഷും അതുപോലെ നികീഷും എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോൾ സുഭാഷിനും ആകെപ്പാടെ ഒരു ചമ്മലൊക്കെ ആവുക. അപ്പോൾ നിധി പറയുന്നുണ്ട്, സുഭാഷിയൻ്റെ മനസ്സ് ഞങ്ങൾക്കറിയാം, സുനന്ദ സുഭാഷിയൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ ഇനിയിപ്പോൾ സുഭാഷിയൻ അതൊന്നും ആലോചിക്കേണ്ട, നമ്മൾ ഇതുവരെ ഒരുപാട് പെണ്ണ് കാണാൻ പോയിട്ടുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം വന്നാൽ സുഭാഷിയനായി അതിനെ വിവാഹം കഴിക്കുക തന്നെ ചെയ്യണം, അല്ലാതെ ഇങ്ങനെ സുനന്ദയെ ഓർത്ത് വിഷമിച്ചിരിക്കരുതെന്ന് പറയാം. അങ്ങനെ അതിനൊക്കെ ശേഷം നമ്മുടെ സുഭാഷിനാണെങ്കിൽ മറ്റൊരു വിവാഹാലോചന വരുന്നുണ്ട്. ആ വിവാഹാലോചനയൊക്കെ വന്ന് അത് നിധി തന്നെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ആ വിവാഹാലോചനയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും പെണ്ണിനെ കാണാനായിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ ചെല്ലുക. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പം അവർ ജാതകമാണ് നോക്കുന്നത്. അപ്പം ജാതകം നോക്കുമ്പോഴേക്കും സുഭാഷിൻ്റെയും ആ പെൺകുട്ടിയുടെയും ജാതകം തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. പെണ്ണിനാണെങ്കിൽ ചെറുക്കനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ആകെപ്പാടെ ഒരു ചമ്മലിലാണ് ഇവർ ചെല്ലുന്നത്. കാരണം ഇത്രയൊക്കെ എണ്ണം വിവാഹത്തിന് ആലോചനയായിട്ടൊക്കെ പോയിട്ടും ഒന്നും ഇതുവരെ നടന്നില്ലല്ലോ. അപ്പോൾ ഇതൊന്നും നടക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങ് ചെന്നിച്ച് ചോദിക്കുമ്പോഴേക്കും പെണ്ണിൻ്റെ വീട്ടുകാരോട് പറയുന്നുണ്ട്, ഇതുപോലെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെയാണ് ആൾക്ക്, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ നന്നായിട്ട് കുടുംബം നോക്കുകയും പാചകം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് എന്ന് പറയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതിനെന്താ, അതൊന്നും ഞങ്ങൾ നോക്കുന്നില്ല, പയ്യൻ്റെ ജോലിയോ സ്റ്റാറ്റസോ വീടോ സ്വത്തോ ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല, പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം നിർബന്ധമാണെന്ന് പറയാണ്, നാളെ ചേരണം, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ വിവാഹം നടക്കുള്ളൂ എന്ന് പറയാം. അങ്ങനെ ജാതകമൊക്കെ നോക്കി എല്ലാ പൊരുത്തങ്ങളും ഉണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, നാളെ 2 പേരുടെയും നന്നായിട്ട് ചേരുന്നുണ്ടെന്ന് പറയാം.
അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ. ഈ പെണ്ണിൻ്റെ വീട്ടുകാർ അവിടെ വരികയാണ്, സുഭാഷിൻ്റെയൊക്കെ വീട്ടിലേക്ക് വരിക. വന്നു കഴിയുമ്പോഴേക്കും അവിടെ വീടും പരിസരമൊക്കെ കാണുകയാണ്. അപ്പോൾ പഴയ വീടൊക്കെയാണ്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട് കുറച്ച് പഴയതൊക്കെയാണ്, അതൊക്കെ നിങ്ങൾക്ക് പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അവർ പറയുന്നുണ്ട്, പഴയ വീടൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, പിന്നെ ജാതകം ചേരും, പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് പറയാം. അപ്പോൾ എന്ത് കാര്യമാണെന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അതെ, വിവാഹം കഴിഞ്ഞാൽ സുഭാഷും ഇവളും കൂടി വേറെ വീട്ടിൽ മാറി താമസിക്കണം. ഇവിടെ ഇതുപോലെ ഒറ്റയ്ക്ക് എല്ലാവരും കൂടി ഇങ്ങനെ താമസിക്കാൻ പറ്റുകയില്ല, അത് ഞങ്ങളുടെ നിർബന്ധമാണെന്ന് പറയാം. അപ്പോഴേക്കും എല്ലാവരും അന്തം വിട്ടു പോവാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതിന് സമ്മതമാണെങ്കിൽ നമുക്ക് ഈ വിവാഹം നടത്താം, അല്ലാതെ ഇവിടെ ഈ പെൺകുട്ടിയെ കൂടി കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, വേറൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. വിവാഹശേഷം ഇവർ രണ്ടുപേരും കൂടി മാറി താമസിക്കണം എന്ന് പറയാം. അപ്പം സുഭാഷിനോട് ചോദിക്കുമ്പോൾ സുഭാഷിന് മറുപടിയൊന്നുമില്ല കേട്ടോ. ഉടനെ തന്നെ ഭാസ്കരനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ ഇങ്ങനെ എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു വിഷമമൊക്കെയാണ് കേട്ടോ, സുഭാഷിനെ ഉടനെ മാറ്റി താമസിപ്പിക്കണം എന്നൊക്കെ പറയുമ്പം. അപ്പോൾ ഉടനെ തന്നെ നിധി പറയുന്നുണ്ട്, അത് ഞങ്ങൾ അറിയിക്കാം, ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് സംസാരിച്ച് തീരുമാനം എടുക്കാം, അതിനുശേഷം നിങ്ങളെ അറിയിക്കാമെന്ന് പറയും. അപ്പോൾ അവർ പറയുന്നുണ്ട്, അല്ല, നിങ്ങളുടെ തീരുമാനം പോസിറ്റീവ് ആണെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ പോവാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോഴേക്കും ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമ്പം ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ട്, എന്താ ചെയ്യുക. സുഭാഷ് ചേട്ടനെ ഇനി വിവാഹം കഴിഞ്ഞാൽ അവർ മാറി താമസിക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോകുമല്ലോ. അപ്പോൾ പിന്നെ എന്താ, ആകെപ്പാടെ ഒരു വിഷമമല്ലേ, എല്ലാവരും കൂടി ഇത്രയും നാൾ ഒന്നിച്ച് താമസിച്ചിട്ട് സുഭാഷ് ചേട്ടൻ മാത്രം മാറിപ്പോകുന്നത്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ ആലോചിക്കുമ്പം നിധി എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, അല്ല, എന്താ നിങ്ങളുടെ അഭിപ്രായം, സുഭാഷ് ചേട്ടൻ ഇവിടുന്ന് പോകുന്നത് എല്ലാവർക്കും വിഷമാണെന്ന് എനിക്കറിയാം, നമ്മളെല്ലാവരും ഇതുപോലെ ഒന്നിച്ച് താമസിച്ചിട്ട് പിന്നെ സുഭാഷ് ചേട്ടൻ വേറെ പോകുക എന്ന് പറയുമ്പം അത് നമുക്ക് വിഷമമാണ്. പക്ഷേ ഒരു കാര്യം ചിന്തിച്ചാൽ, അങ്ങനെ പോകുന്നത് കൊണ്ട് സുഭാഷ് ചേട്ടൻ്റെ വിവാഹം നടക്കില്ലേ, അവർക്കൊരു ജീവിതം വേണ്ടേ, എന്ന് ഇവിടെ തന്നെ ഇങ്ങനെ നിന്നാൽ മതിയോ എന്നൊക്കെ നിധി ചോദിക്കുക. അപ്പം ഭാസ്കരനോട് ചോദിക്കുക നിധി, അല്ല, അച്ഛൻ്റെ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ, സുഭാഷ് ചേട്ടൻ വേറെ മാറി താമസിക്കുന്നതിനോട് അച്ഛൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുക. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഇനി പ്രത്യേകിച്ച് എന്താ അഭിപ്രായം പറയാനാ, എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുക. എന്നിട്ട് അങ്ങനെ എണീറ്റ് പോവാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ നിൽക്കും. അപ്പോൾ സുധീഷും നികേഷും ഒക്കെ വിഷമിച്ച് നിൽക്കും. അപ്പോൾ നികേഷ് പറയുന്നുണ്ട്, എന്നാലും സുഭാഷ് ചേട്ടൻ മാറിപ്പോവുക എന്ന് പറഞ്ഞാൽ നമുക്കത് സഹിക്കാൻ പറ്റില്ല, ആ പെണ്ണിൻ്റെ വീട്ടുകാർ അങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചത് എന്താണോ ആവോ എന്നൊക്കെ പറയുക. അപ്പോൾ നിധി പറയുന്നുണ്ട്, നമുക്കൊരു തീരുമാനം എടുക്കാം, സുഭാഷ് ചേട്ടൻ്റെ ഈ വിവാഹം നടക്കട്ടെ, അവരോട് സമ്മതമാണെന്ന് പറയാം, വിവാഹശേഷം സുഭാഷ് ചേട്ടൻ മാറി താമസിക്കട്ടെ, അതിന് നമുക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറയാം. സുഭാഷ് ചേട്ടൻ്റെ വിവാഹം എന്തായാലും നടക്കട്ടെ, ഇങ്ങനെ സുനന്ദയെ ആലോചിച്ച് മനസ്സ് വിഷമിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയോ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് കേട്ടോ, അങ്ങനെ ചെയ്യാൻ. സുഭാഷും അപ്പോൾ ഭയങ്കര വിഷമമൊക്കെ ആകുകയാണ് മാറി താമസിക്കുന്നതിനെ കുറിച്ചിട്ടൊക്കെ. അങ്ങനെ കുറേ ആലോചിച്ച് കഴിയുമ്പോൾ സുഭാഷ് തന്നെ വിചാരിക്കുകയാണ്, ശരിയാ, ഞാൻ മാറിപ്പോയാലും കുഴപ്പമില്ലല്ലോ, ഇവർ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിലും അവസാനം ഇവരൊരു തീരുമാനം എടുക്കുക, അതും വേണ്ടാന്ന്. കാരണം അങ്ങനെ സുഭാഷ് എന്നെ മാറ്റിക്കൊണ്ടുപോയിട്ട് ഈ വിവാഹം നടക്കണ്ട. സുഭാഷിനും ഭയങ്കര വിഷമം, ഇവർക്കാർക്കും അത് ആലോചിച്ചിട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്തത് കൊണ്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അതും അങ്ങ് മുടങ്ങി പോവുക. അങ്ങനെ സുഭാഷിൻ്റെ വിവാഹം നടക്കാതെ ഇങ്ങനെ പോവാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ എല്ലാവരും ജോലിക്കായിട്ടൊക്കെ പോവാം. അപ്പോൾ നിധിയാണെങ്കിൽ ആ വീട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിധി എപ്പോഴും ആലോചിക്കുന്നുണ്ട് സുഭാഷിൻ്റെയൊക്കെ അമ്മയെക്കുറിച്ചിട്ട്. ഭാസ്കരനോട് ചോദിച്ചു, വ്യക്തമായ മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അതുപോലെ തന്നെ സുഭാഷിനോടും ഒക്കെ ചോദിച്ചപ്പം ഒരു ഫോട്ടോ പോലും ഇവിടെ എങ്ങും തൂക്കാൻ അച്ഛൻ സമ്മതിക്കില്ല, കാരണം അങ്ങനെ കാണണ്ട, വരുന്നവരും പോകുന്നവരും കാണണ്ട എന്ന് പറഞ്ഞാൽ ആ ഫോട്ടോയൊക്കെ എപ്പോഴേ എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് എന്ന് പറയുകയാണ്. അപ്പം നിധി പറയുന്നുണ്ട്, അല്ല, നിങ്ങളുടെ അമ്മയെ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം സുഭാഷ് പറയാം, വേണ്ട നിധി, അതൊന്നും അച്ഛന് ഇഷ്ടമില്ല, അതുകൊണ്ട് അതൊക്കെ ഇപ്പോൾ അവിടെ എല്ലാ ഫോട്ടോയും കൂടെ ഒരു ചാക്കിലൊക്കെ ഇട്ട് വച്ചിരിക്കുക, അതൊന്നും എടുത്ത് ആരും നോക്കാറില്ല, ഫോട്ടോയൊക്കെ പോയിട്ടുണ്ടാവും എന്ന് പറയുകയാണേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിധി ആലോചിക്കുന്നത്, ആ ഫോട്ടോയ്ക്കൊന്ന് നോക്കിയാലോ, എന്തായാലും ഇവരുടെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണമല്ലോ, ഇവരുടെ അച്ഛൻ ഇവരുടെ അമ്മയെ കൊന്നതാവാൻ സാധ്യതയൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്, അതിനുള്ള മനസ്സൊന്നും ആ മനുഷ്യനുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക, അത് ഇവരാരും തുറന്ന് പറയുന്നുമില്ല. എന്തായാലും ഇവരെല്ലാം പോയി കഴിയുമ്പം ആ റൂമിൽ പോയി എല്ലാം ഒന്ന് നോക്കാമെന്ന് വിചാരിക്കണം. അങ്ങനെ സ്റ്റോർ റൂമിലേക്ക് പോവുകയാണ്. പണിയെല്ലാം കഴിയുമ്പോൾ പതുക്കെ അടുക്കിപ്പെറുക്കാനായിട്ട് പോവുകയാണ് നിധി. അപ്പോൾ അങ്ങനെ ചെന്നിട്ട് ഈ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിധി പോകുന്നത്. കുറേ പഴയ ഫോട്ടോകളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിധി ഇങ്ങനെ പെറുക്കി എടുക്കുകയാണ്. പെറുക്കി എടുക്കുമ്പോഴേക്കും ഒരു ഫോട്ടോ കാണുകയാണ്. അത് സുഭാഷിൻ്റെയൊക്കെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ കാണുമ്പം നിധി ആ ഫോട്ടോ പെട്ടെന്ന് ഫോണിൽ എടുക്കുകയാണ് കേട്ടോ. ആ ഫോണിലേക്ക് എടുത്തിട്ട് നിധി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ഒന്നും അറിയാത്തതുപോലെ ഇതെല്ലാം അവിടെ അടുക്കി വെച്ചിട്ട് ആ റൂമിൽ നിന്ന് പെട്ടെന്ന് പുറത്തിറങ്ങുകയാണ്. ഇറങ്ങിക്കഴിയുമ്പോൾ നിധി ഫോണിലുള്ള ഈ ഫോട്ടോ നോക്കുകയാണ്.
നോക്കുമ്പോൾ മനസ്സിൽ വിചാരിക്കുക ഇത് തന്നെയായിരിക്കും സുധീഷിൻ്റെയൊക്കെ അമ്മ. എന്തായാലും ഞാൻ ഇവരെ എവിടെയോ കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു. എനിക്ക് നല്ല പരിചയം തോന്നുന്നു. എവിടെയാണെന്നോട്ട് ഓർക്കൊന്നുമില്ല. എന്തോ ഒരു നല്ല പരിചയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നിധി ഈ ഫോൺ എടുത്ത് പിടിച്ചിട്ടിരിക്കുകയാണ്. അതിനൊക്കെ ശേഷം പിന്നെയും നിധി ഈ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ നോക്കുക. അല്ല, എവിടെയാണ് കണ്ടത്? എങ്ങോ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കിവരെ അറിയാം. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നിങ്ങനെ വിചാരിക്കുക. അപ്പോൾ പെട്ടെന്ന് നിധിയുടെ മനസ്സിലേക്ക് ഇത് വരികയാണ് കേട്ടോ. നിധിയുടെ വീട്ടിലും ഇതുപോലെ കുറേ ഫോട്ടോ സ്റ്റോർ റൂമിൽ കൂട്ടിയിട്ടിട്ടുണ്ട്, പഴയ ബന്ധുക്കളുടെയും അങ്ങനെയൊക്കെ. അപ്പോൾ അതിൽ നിന്നൊരു ഫോട്ടോ നിധി പണ്ടേ എടുത്ത് നോക്കിയിരുന്ന സമയത്ത് അമ്മയും അച്ഛനും വന്ന് വഴക്ക് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞു, എന്തിനാടി നീ ഇതൊക്കെ എടുക്കുന്നത്? ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഫോട്ടോയൊക്കെ പഴയതാണ്. ഇതൊന്നും നീ കാണേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അന്ന് നിധി ഈ ഫോട്ടോ എടുത്തിട്ട് ഇതാരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധിയുടെ അമ്മ പറയാനായിട്ട് വരുന്നുണ്ടെങ്കിലും നിധിയുടെ അച്ഛൻ തടയാണ്. അവൾ അതൊന്നും അറിയേണ്ട കാര്യമില്ല. ആ ഫോട്ടോ ഈ വീട്ടിൽ ഇരിക്കുകയും വേണ്ട. കാരണം അതാരാണെന്ന് ഇവൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. പുകഞ്ഞുകൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് ആ ഫോട്ടോ വാങ്ങിച്ച് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചത് നിധി ഓർക്കാണ്. അപ്പോൾ നിധി മനസ്സിലോർക്കുകയാണ്, അന്ന് അച്ഛൻ വലിച്ചെറിഞ്ഞ സ്റ്റോർ റൂമിലേക്ക് ആ ഫോട്ടോ. അച്ഛന് ദേഷ്യമുള്ള ആരോ ആണത്. ആ സ്ത്രീ തന്നെയാണിത്. അതേ ഫോട്ടോ തന്നെയാണിത്. അല്ലാതെ മറ്റൊന്നല്ല ഇത്. അവർ തന്നെയാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ചിത്രം പതിഞ്ഞു കിടപ്പുണ്ട്. അത് തന്നെയാണ്. പിന്നെ ഇതിപ്പം അത് തന്നെയാണോ ഈ ഫോട്ടോ എന്നും അതാരാണെന്നൊക്കെ എങ്ങനെയൊന്നും അറിയാം. എന്താ ഒരു വഴി എന്നിങ്ങനെ വിചാരിക്കാൻ നിധി. അപ്പോൾ തന്നെയാണ് നിധിക്ക് ഒരു ഓർമ്മ വരികയാണ്. സാന്ദ്രയെ ഒന്ന് വിളിച്ചാലോ, ഏടത്തിയോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചാലോ, ഈ ഫോട്ടോ ഏടത്തിക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ അറിയാൻ പറ്റുമല്ലോ വീട്ടിലുള്ള ആ ഫോട്ടോ തന്നെയാണോ എന്ന്. അപ്പോൾ നിധി ഉടനെ തന്നെ ഫോൺ എടുത്ത് സാന്ദ്രയെ വിളിക്കുകയാണ്. സാന്ദ്രയെ വിളിച്ചിട്ട് സാന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ഒരു കാര്യം ചോദിക്കാനാണ് ഏടത്തി വിളിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ സാന്ദ്ര പറയുക, എന്താ മോളെ, എന്താ നിൻ്റെ അവിടുത്തെ ജീവിതം ദുഷ്കരമാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷേ എന്ത് ചെയ്യാനാ, സത്യം പറഞ്ഞാൽ നീ എങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ എന്നൊക്കെ പറയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, അതൊന്നും പറയാനും അതിൻ്റെ കാര്യങ്ങളൊന്നും ചോദിക്കാനും വേണ്ടിയിട്ടല്ല ഏടത്തിയെ ഞാൻ വിളിച്ചത്. എനിക്കൊരു ഉപകാരം ചെയ്ത് തരാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാണ്. അപ്പോൾ സാന്ദ്ര ചോദിക്കുക, അല്ല എന്തുപകാരം? നിൻ്റെ ID കാർഡോ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഞാൻ എടുത്തു തരാൻ വേണ്ടിയാണോ? എൻ്റെ പൊന്നു മോളെ, അതൊന്നും നടക്കില്ല. ഇവിടെ അറിയാലോ നിൻ്റെ അച്ഛൻ്റെയും ഏട്ടൻ്റെയും ഒക്കെ സ്വഭാവം. അപ്പോൾ നിധി പറയാം, അതൊന്നും അല്ല. അതിനു വേണ്ടി എന്നും ഞാൻ ഏടത്തിയെ ബുദ്ധിമുട്ടിക്കില്ല. അതൊക്കെ എടുക്കാനുള്ള മാർഗം ഞാൻ കാണുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഏടത്തിയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യാം. ആ ഫോട്ടോ നമ്മുടെ വീട്ടിലെ സ്റ്റോർ റൂമിൽ കിടപ്പുണ്ട്. പഴയൊരു ഫോട്ടോ. പണ്ട് ഞാനതെടുത്ത് നോക്കുമ്പം അച്ഛനത് വാങ്ങി വലിച്ചെറിഞ്ഞ ഫോട്ടോയാണ്. അതെടുത്തിട്ട് അത് ആരുടെ ഫോട്ടോയാണെന്ന് അറിയണം. എന്നിട്ട് അതൊന്ന് എന്നെ വിളിച്ച് പറയുകയും ചെയ്യണമെന്ന് പറയാണ്. ആ, നീ അയച്ചതാ, ഞാൻ നോക്കാം എന്ന് പറയാണ് സാന്ദ്ര. അങ്ങനെ നിധി ആ ഫോട്ടോ സാന്ദ്രയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഫോട്ടോ സാന്ദ്ര എടുത്തിട്ട് സ്റ്റോർ റൂമിൽ പോവാണ്. അപ്പോൾ സാന്ദ്രയും ഈ ഫോട്ടോ സ്റ്റോർ റൂമിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റോർ റൂമിൽ ചെന്ന് ആ ഫോട്ടോ എടുക്കുകയാണ് സാന്ദ്ര. എടുത്തു കഴിയുമ്പോൾ തന്നെ സാന്ദ്രയ്ക്ക് കാര്യം പിടികിട്ടുകയാണ്. നേരത്തെ ഈ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ സാന്ദ്ര അരുണിനോട് ചോദിച്ചിരുന്നു. അപ്പോൾ അരുണ് പറയുകയും ചെയ്തിരുന്നു, ഇത് ഞങ്ങളുടെ അപ്പച്ചിയാണെന്നും നേരത്തെ ഇവിടുത്തെ ഒരു ലോറി ഡ്രൈവറിൻ്റെ കൂടെ ഒളിച്ചോടി പോയതാണെന്നും അതുകൊണ്ട് അത് പിന്നെ ഈ വീട്ടിൽ കയറ്റിയിട്ടില്ല എന്നും വീട്ടിൽ നിന്ന് തന്നെ അടിച്ച് പുറത്താക്കി. ആ അപ്പച്ചിയുടെ ഓർമ്മകൾ പോലും അച്ഛന് താല്പര്യമില്ല എന്നും അങ്ങനെ ഒരു വെറുക്കപ്പെട്ട പെങ്ങളായതുകൊണ്ട് ആ ഒരു ഫോട്ടോ പോലും ഇവിടെ കാണരുതെന്ന് വെച്ചാൽ അന്നതെല്ലാം വാരിക്കെട്ടി സ്റ്റോർ റൂമിലിട്ടത്. അവരെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവരവും ഇല്ല എന്ന് പറയണം. അപ്പം ഉടനെ തന്നെ സാന്ദ്ര അരുണിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഒരു വിവരവും ഇല്ല അവരെക്കുറിച്ച്? ഇല്ല, മരിച്ചു പോയി എന്നൊക്കെയാണ് കേട്ടത്. അവരുടെ ഭർത്താവ് തന്നെ അവരെ കൊന്നെന്നാണ് കേട്ടത്. എവിടെയാണെന്നും ഏതാണെന്നൊന്നും എനിക്കറിയില്ല. അച്ഛൻ അതിനെക്കുറിച്ചിട്ടൊന്നും കൂടുതൽ ഞങ്ങളോട് ആരോടും പറയാറുമില്ല. അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് അച്ഛനൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും ആലോചിക്കാൻ പോലും അച്ഛൻ തയ്യാറായിട്ടില്ലായിരുന്നു. അതുകൊണ്ട് എന്നോടും നിധിയോടും ഒന്നും അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, നീ എന്താ ഇപ്പോൾ ഇത് ചോദിച്ചത് എന്ന് ചോദിക്കുക. അപ്പോൾ സാന്ദ്ര പറയും, ഏയ് ഒന്നുമില്ല, അവിടെ ഇങ്ങനെ ഒരു ഫോട്ടോ കണ്ടു, നല്ലൊരു സ്ത്രീ, അത് നമ്മളുടെ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാ എന്ന് പറയാണ്. ആ, അതങ്ങനെയാണ്. ഇനിയിപ്പം നീ ഇത് അച്ഛനോടോ അമ്മയോടോ ഒന്നും ചോദിക്കാൻ പോകണ്ട. അതൊന്നും ചോദിക്കുന്നത് അച്ഛന് ഇഷ്ടമേ അല്ല എന്ന് പറയാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സാന്ദ്ര ആലോചിച്ചതിന് ശേഷം ഉടനെ തന്നെ നിധിയെ വിളിക്കുകയാണ്. നിധി, ഈ ഫോട്ടോ നിനക്ക് എവിടുന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കുക. അപ്പോൾ നിധി പറയുന്നുണ്ട്, അല്ല ഏടത്തി പറ, ആ ഫോട്ടോ നമ്മുടെ സ്റ്റോർ റൂമിൽ കിടപ്പില്ലേ, അതാരാണെന്ന് പറ. അപ്പോൾ ഉടനെ തന്നെ സാന്ദ്ര പറയാം, അത് മോളെ, അതിവിടെ നമ്മുടെ അച്ഛൻ്റെ പെങ്ങളാണ്, നിൻ്റെ അപ്പച്ചി. അവരുടെ ഫോട്ടോയാണ് അവിടെ ആ സ്റ്റോർ റൂമിൽ കിടക്കുന്നതെന്ന് പറയാം. അപ്പോൾ നിധി ഇത് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. അന്നേരം സാന്ദ്ര വീണ്ടും ചോദിക്കുക, മോളെ ഈ ഫോട്ടോ നിനക്ക് എവിടെ നിന്ന് കിട്ടി? നമ്മുടെ സ്റ്റോർ റൂമിൽ കിടക്കുന്ന ഫോട്ടോ ഇപ്പം നിൻ്റെ ഫോണിൽ എവിടെ നിന്ന് കിട്ടിയെന്ന് പറ. നീ അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ നിനക്ക്? എവിടെയുണ്ടെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ സാന്ദ്ര പറയുന്നുണ്ട്, ഇല്ല, ഏടത്തി എന്താ പറഞ്ഞത്? അത് നമ്മുടെ അപ്പച്ചിയാണെന്നോ? അവരിപ്പോൾ എവിടെയാണെന്ന് ഏടത്തിക്ക് അറിയുമോ എന്ന് ചോദിക്കുക.
അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോളെ, അത് ചോദിക്കുന്നത് ഇവിടെ അരുണേട്ടനും അതുപോലെ അച്ഛനും ഒക്കെ ഭയങ്കര ദേഷ്യമാണ്. പണ്ട് ആരുടെയോ കൂടെ അല്ല, ഇവിടുത്തെ നമ്മുടെ കമ്പനിയിലെ ഒരു ഡ്രൈവറിൻ്റെ കൂടെ, ഒരു ലോറി ഡ്രൈവറിൻ്റെ കൂടെ ഒളിച്ചോടി പോയതാ. അതിൽ പിന്നെ ഈ വീട്ടിലേക്ക് അവരെ കയറ്റിയിട്ടില്ല. അച്ഛന് ഭയങ്കര ദേഷ്യമാണ്. അതുകൊണ്ട് ആ ഫോട്ടോ പോലും എടുക്കാനും അതിനെക്കുറിച്ച് ആരോട് പറയാനും അച്ഛന് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് ആ ഫോട്ടോ സ്റ്റോർ റൂമിൽ ഉപേക്ഷിച്ചിരിക്കുന്നത്. എന്താ മോളെ നീ ഇത് ചോദിച്ചതെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് നിധി, കേട്ടോ, ഒന്നുമില്ല എടുത്തി, ഞാൻ ആ ഫോട്ടോ ഇവിടെയും കണ്ടു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയുകയാണ്. പെട്ടെന്ന് തന്നെ നിധി എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ്. അതിനുശേഷം നിധിയുടെ മനസ്സിൽ ആപ്പാടെ ഇങ്ങനെ വിഷമാവുക. നിധി ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ, ഇതൊക്കെ എന്താ ശരിക്കും എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ തന്നെയാണോ സുധീഷിൻ്റെയൊക്കെ അമ്മ? ഇത് കാര്യത്തിൽ ഇവർക്കാർക്കും അറിയില്ലേ? ഞാൻ ആ വീട്ടിലാണെന്നുള്ളതും ഇവർക്കാർക്കും അറിയില്ലേ? ഇതൊക്കെ എന്താ ഇത് ഞാനെങ്ങനെ അച്ഛനോട് ചോദിക്കുക? ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ. എന്തായാലും ഇവരുടെ അച്ഛൻ ഇതറിയാൻ മേലാതെ ഇരിക്കില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ നിധി മനസ്സിലോർക്കുക, ഇത് ചെന്നിട്ട് ഭാസ്കരനോട് ചോദിക്കാം. അച്ഛൻ ഇതിൻ്റെ വിവരങ്ങൾ പറയാതിരിക്കില്ല. ഇങ്ങനെ ഒരാളെ അറിയാവുന്ന അച്ഛനോട് ചോദിക്കാം എന്ന് പറയാണ്. അങ്ങനെ നിധി നേരെ ഭാസ്കരൻ്റെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് ചോദിക്കുക, അച്ഛാ, എനിക്കൊരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ടെന്ന് പറയാം. അല്ല, നീ ചോദിക്ക്, എന്താ നിനക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ മനസ്സിൽ വയ്ക്കാതെ നീ ചോദിക്ക് എന്ന് പറയാം. അല്ല അച്ഛാ, നിങ്ങളുടെ ഭാര്യയെക്കുറിച്ചിട്ടാണ് ചോദിക്കാനുള്ളത്. സുധീഷിൻ്റെയൊക്കെ അമ്മയില്ലേ, സുധീഷിൻ്റെ അമ്മയെ ശരിക്കും നിങ്ങൾ കൊന്നത് തന്നെയാണോ എന്ന് ചോദിക്കുക. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അല്ല, നിനക്ക് ഇത്രയൊന്നും പറഞ്ഞിട്ട് മനസ്സിലാവാറായില്ലേ? ഈ നാട്ടുകാർ മുഴുവൻ പറയുന്നത് ഞാൻ അവളെ കൊന്നുന്നാ. പിന്നെ ഇനിയിപ്പം നിനക്കെന്താ അറിയേണ്ടത്? കൊന്നു, അങ്ങനെ തന്നെ അങ്ങ് അറിഞ്ഞാൽ മതി. ഇനി ഭാസ്കരൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണോ നീ? അപ്പം നിധി പറയേ, ഞാൻ ആരുടെയും നിരപരാധിത്വം തെളിയിക്കാനൊന്നും ഇറങ്ങി തിരിച്ചതല്ല. പക്ഷെ അവരെ നിങ്ങൾ കൊന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓഹോ, നിനക്കങ്ങനെ തോന്നിയല്ലേ? അങ്ങനെ തോന്നിയെങ്കിൽ നിന്റെ മനസ്സിൽ തന്നെ വച്ചാൽ മതി. നീ അങ്ങനെ വിചാരിച്ചോ ഞാൻ അവളെ കൊന്നിട്ടില്ലാന്ന്? ഞാൻ അവളെ കൊന്നെന്ന് വിചാരിക്കുന്നവർ അങ്ങനെ വിചാരിച്ചോട്ടെ. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തൊന്നും ഒരു വ്യക്തത വരുത്താനും എനിക്ക് താല്പര്യമില്ല. വേറെ വല്ലതും നിനക്ക് പറയാനുണ്ടെങ്കിൽ പറ നിധി എന്ന് പറയുക. അപ്പം നിധി ഈ ഫോട്ടോ കാണിക്കുക. എന്നിട്ട് ചോദിക്കുക, ഇതല്ലേ അച്ഛൻ പറഞ്ഞ നിങ്ങളുടെ ഭാര്യ സുഭാഷ് ചേട്ടൻ്റെയൊക്കെ അമ്മ? ഉടനെ തന്നെ ഭാസ്കരൻ ഞെട്ടിയിട്ട് ചോദിക്കുക, അല്ല, ഈ ഫോട്ടോ ഇപ്പം നിനക്ക് എവിടെ നിന്ന് കിട്ടി? സ്റ്റോർ റൂമിലെല്ലാം പോയി തപ്പിത്തെറിഞ്ഞ് എടുത്തായിരിക്കും. അപ്പോഴേ ഞാൻ അവന്മാരോട് പറഞ്ഞ ഇതൊന്നും ഇവിടെ ഇടണ്ട, കത്തിച്ച് കളയാൻ. അതെല്ലാം കൂട്ടിപ്പെറുക്കി അവിടെ ഇട്ടത് തപ്പിയെടുക്കാൻ പോയി. അവൾ ഇൻവെസ്റ്റിഗേഷന് വന്നിരിക്കുകയാണോ? അല്ല, നീ CBI വല്ലതും ആയിരുന്നോ ഇതിപ്പോൾ തപ്പിയെടുത്തത്? അപ്പോൾ ഉടനെ തന്നെ നിധി പറയാം, ഞാൻ CBIയിലൊന്നും അല്ലായിരുന്നു, പക്ഷേ അത് തപ്പിയെടുക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ തപ്പിയെടുത്തതെന്ന് പറയാം. അല്ല, നിനക്ക് ഇനി എന്താ അറിയേണ്ടത്? ഫോട്ടോ കണ്ടില്ലേ, ഇനിയിപ്പോൾ എന്താ നിനക്ക് അറിയേണ്ടത് എന്ന് ചോദിക്കുക. അപ്പോൾ തന്നെ നിധി പറയുക, അല്ല, ഈ ഫോട്ടോ കണ്ടു, പക്ഷേ ഇവരുടെ വീട് എവിടെയാണെന്നോ എവിടുന്ന് വന്നതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇല്ല, അതൊക്കെ ഇനിയിപ്പം നിന്നോട് ഞാൻ വിശദീകരിക്കണമെന്ന് പറയുക. അപ്പോൾ ഉടനെ തന്നെ നിധിയുടെ അച്ഛൻ്റെ ഫോട്ടോ കാണിക്കുകയാണേ, ഈ അമ്മയായിട്ട് നിൽക്കുന്ന ഫോട്ടോ. ഉടനെ തന്നെ പറയാം, കണ്ടോ, ഇതാരാണെന്ന് നിങ്ങൾക്ക് വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോഴേക്കും ഭാസ്കരൻ ഞെട്ടിപ്പോവാണേ. ഭാസ്കരൻ ചോദിക്കുക, അല്ല, ഇതാരാന്ന് നീ പറ എന്ന് പറയുക. അപ്പം നിധി പറയാം, ഇതെൻ്റെ അച്ഛനാ. അപ്പം നിങ്ങളുടെ ഭാര്യ എൻ്റെ അച്ഛൻ്റെ പെങ്ങളായിരുന്നല്ലേ? അന്ന് നിങ്ങളുടെ കൂടെ അവിടെ നിന്ന് ഒളിച്ചോടിപ്പോന്ന എൻ്റെ അപ്പച്ചി. എന്നിട്ട് അവരെ നിങ്ങൾ കൊന്നോ എന്ന് ചോദിക്കുമ്പോൾ ഭാസ്കരൻ ഞെട്ടിയിട്ട് പിന്നെ ഭാസ്കരനൊന്നും പറയാനില്ല. ഭാസ്കരനൊന്നും പറയാതെ അങ്ങോട്ട് പോവാണ്. അപ്പം നിധിക്ക് മനസ്സിലാവുകയാണ് ഇത് സത്യമാണെന്ന്. അപ്പോൾ ഈ സത്യം ഇനി ചെന്നിട്ട് എല്ലാവരോടും പറയണ്ടേ? നിധിയുടെ മനസ്സിലങ്ങ് നിൽക്കുന്നില്ല. നിധി അങ്ങോട്ട് ചെന്നിട്ട് സുഭാഷ് ചേട്ടനോട് പറയാം, സുഭാഷ് ചേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സുഭാഷ് പറയാം, എന്താ മോളെ നീ പറ എന്ന് പറയാണ്. അപ്പം പറയാം, സുഭാഷ് ചേട്ടാ, ഇതല്ലേ നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ് ഫോണിൽ കാണിച്ചു കൊടുക്കുക. അതേ മോളെ, അതെ, ആ ഫോട്ടോ ഇന്നേ ഇവിടുന്ന് മാറ്റി വെച്ചതാ. അല്ല, നീ പോയി അത് തപ്പി കണ്ടുപിടിച്ചല്ലേ എന്ന് പറയാണ്. അപ്പം നിധി പറയാം, അത് മാത്രമല്ല സുഭാഷ് ചേട്ടാ, വേറൊരു രഹസ്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞ് മറ്റേ ഫോട്ടോ കൂടി കാണിച്ചു കൊടുക്കുക. സാന്ദ്ര അയച്ചു കൊടുത്തത്. എന്നിട്ട് പറയാം, ഇത് കണ്ടോ, ഈ നിൽക്കുന്നത് എൻ്റെ അച്ഛനാ. എൻ്റെ അച്ഛൻ്റെ പെങ്ങളാ നിങ്ങളുടെ അമ്മ, എൻ്റെ അപ്പച്ചി. അപ്പോൾ സുഭാഷ് ഞെട്ടിപ്പോവുക. എന്താ മോളെ നീ പറഞ്ഞത്? അതെ, ഇന്നാ ഞാനത് മനസ്സിലാക്കിയത്. ഇതുപോലൊരു ഫോട്ടോ ഞങ്ങളുടെ സ്റ്റോർ റൂമിലും കിടപ്പുണ്ട്. അവിടുന്ന് പടിയടച്ച് പിണ്ടം വച്ചതല്ലേ ഇവരെ, അതുകൊണ്ട് അതും അവിടെ ഇങ്ങനെ കിടക്കുക. ആ ഓർമ്മ വെച്ച് ഞാൻ ഏടത്തിയോട് അന്വേഷിച്ചപ്പം എല്ലാ വിവരങ്ങളും അറിഞ്ഞു എന്ന് പറയുക. അപ്പോൾ സുഭാഷ് പറയാം, ആണോ മോളെ, ഇപ്പം നമ്മൾ ബന്ധുക്കളായല്ലേ? എങ്ങനെ? അപ്പം നീ സുധീഷിൻ്റെ ഭാര്യയായി. എല്ലാം പറഞ്ഞതുപോലെ തന്നെ ആയല്ലോ. എല്ലാം ദൈവനിശ്ചയാണെന്ന് തോന്നുന്നല്ലോ. നിൻ്റെ മുറച്ചെറുക്കൻ തന്നെയാണല്ലോ സുധീഷ്. ഇതെല്ലാം ദൈവത്തിൻ്റെ നിശ്ചയമാണല്ലോ മോളെ. നമ്മൾ ആരും അറിയാതെ ദൈവം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു കൂട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് കണ്ണ് നിറയാണ് കേട്ടോ സുഭാഷിൻ്റെ. എന്നിട്ട് നിധി തിരിച്ചു വന്നിട്ട് സുധീഷിനെയും മറ്റുള്ളവരെയും കാണിക്കുകയാണ് ഈ ഫോട്ടോ. എന്നിട്ട് സുധീഷിനോട് പറയാം, സുധീഷേ, നോക്കിക്കേ, നിങ്ങളുടെ അമ്മ
ഇത് എൻ്റെ ആരാണെന്നറിയാവോ? ഇതെൻ്റെ അപ്പച്ചിയാ. കണ്ടോ എന്തെല്ലാം അത്ഭുതങ്ങളാണ് നമ്മുടെ കാര്യത്തിൽ നടക്കുന്നതെന്ന്. എല്ലാം ദൈവം നിശ്ചയിച്ചുറപ്പിച്ച് വച്ചതുപോലെ അദൃശ്യമായ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം നികേഷും ഹരീഷും സുധീഷും എല്ലാവരും ഞെട്ടിപ്പോവാണേ. അപ്പം സുധീഷൊക്കെ എന്താ നിൻ്റെ അപ്പച്ചിയാണോ എൻ്റെ അമ്മ? അത് നമ്മളിങ്ങനെ എന്നിട്ട് ഇതുവരെ ഇതൊന്നും ആരും അറിഞ്ഞില്ലേ? ഇതിലൊക്കെ എന്താ? അപ്പോൾ നികേഷ് പറയാ ശരിക്കും ദൈവം വലിയവനാ. എന്തെല്ലാം തീരുമാനങ്ങളാണ് എടുക്കുന്നത് നമ്മളാരും അറിയാതെ. ഇതെല്ലാം തീരുമാനിച്ചുറപ്പിച്ച് വച്ചിരിക്കുകയല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പൊട്ടിക്കരയാണ്. നിധിക്കും അതുപോലെ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമാവുകയാണ് കേട്ടോ. പിന്നെ ഈ അമ്മ ഇനി എങ്ങനെയാണ് മരിച്ചതെന്നോ അത് ഭാസ്കരനാണോ കൊന്നതെന്നോ എന്താ സംഭവിച്ചതെന്നോ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ തിരഞ്ഞ് കാത്തിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ വരുന്ന എപ്പിസോഡുകളിലായിട്ട് പറയാവേ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്